മാതൃഭൂമിയെ ആരെ സഹായിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നറിയില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്ന കണ്ടന്റ് ഓഫ് കോർട്ട് കേസിൽ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ പറയാത്ത കാര്യം വളച്ചൊടിച്ച് ഫ്ലാഷ് ന്യൂസ് ആക്കിയത് മാതൃഭൂമി ചാനലാണ്. ഈ ചാനൽ തെറ്റായ വാർത്ത പലപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. വിധിയുടെ 3-ാം നമ്പറിൽ പറയുന്നത് പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പൊതുസ്ഥലങ്ങൾ, അതായത് ആശുപത്രി, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ എന്തായാലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം. രണ്ടു പക്ഷമെന്നോ ഹർജിക്കാരോ അല്ല, എല്ലാവർക്കും സാധ്യമാകണം. അതിൽ പ്രവേശിക്കാൻ സഭാ ഭരണഘടന അംഗീകരിക്കണമെന്ന വിഷയമില്ലെന്ന് ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ആരാധനയ്ക്ക് വേണ്ടിയല്ല, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്ന് പറഞ്ഞാൽ അതിൽ അവകാശം എന്നല്ല. വിശ്വാസികളുടെ ഏത് ആവശ്യവും നടപ്പാക്കാൻ മലങ്കര സഭ തയ്യാറാണെന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കോടതി പറഞ്ഞിട്ടുണ്ട് വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന്. അതിന് മലങ്കര സഭ തയ്യാറുമാണ്. ഈ വിഷയത്തിൽ ചില മാധ്യമങ്ങളുടെ കുപ്രചാരണങ്ങളിൽ മലങ്കര മക്കൾ ആശങ്കപ്പെടുകയോ തെറ്റിദ്ധാരണ പുലർത്തുകയോ ചെയ്യരുത്. മലങ്കര സഭ മുൻപും ഈ വിഷയത്തിൽ വാശി കാണിച്ചിട്ടില്ല. അതേപോലെ ഈ കേസ് പൂർണ്ണമായും അവസാനിച്ചിട്ടുമില്ല. 17-ാം തീയതി വീണ്ടും കേൾക്കും. പള്ളിയുടെ ഭരണം എങ്ങനെ നടത്തണം, അത് നടപ്പാക്കണമെന്ന് 2017 ജൂലൈ 3 അന്തിമ കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാതൃഭൂമി ഈ വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ ഒരു വിശ്വാസി മാതൃഭൂമിയിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി ഒന്ന് കേൾക്കാം. മാതൃഭൂമി ന്യൂസ് ആളാണോ? ഏതോ ചാനലോ? അതെ. ഹലോ. ഹലോ, മാതൃഭൂമി ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? എന്താണ് കാര്യം? ഞാൻ നിങ്ങളുടെ ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് കണ്ട് വിളിച്ചതാണ്. ഈ മാതൃഭൂമി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ കാണുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ഇത് ഞങ്ങളൊക്കെ മാതൃഭൂമിയെ പറ്റി ചില പ്രതീക്ഷകളുണ്ട്. ഇത്രയധികം മാധ്യമ സംസ്കാരം വ്യഭിചരിക്കപ്പെട്ട ഒരു വാർത്തയെന്ന് കണ്ട് സുപ്രീം കോടതി ഈ ഓർത്തഡോക്സ് യാക്കോബക്കാരുടെ ന്യൂസിൽ എവിടെയെങ്കിലും 34 അനുസരിക്കാതെ ശവമടക്കം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇരുവിഭാഗങ്ങളുടെയും ആളുകൾക്ക് ശവസംസ്കാരം, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഇവയെ ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാവരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏഷ്യാനെറ്റുകാർ വന്നിരുന്ന് ഭരണം നടത്തിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ എന്താ നിങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചുവിടുമ്പോൾ എന്താ വെച്ചാൽ നാട്ടിൽ കലാപം ഉണ്ടാകാനുള്ള ഒരു ആഹ്വാനം അത്. അല്ല, എന്താണ് കൊടുത്തതെന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞേക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ശവസംസ്കാരത്തിന് 1934 എന്ന് പറയുന്ന ഭരണഘടന ബാധകമല്ല എന്ന്. ഇതെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കോർട്ട് വേഡിക്റ്റ് കണ്ടിട്ടുണ്ടോ? എങ്ങനെ? നിങ്ങൾ ആ കോടതി വിധി കണ്ടിട്ടുണ്ടോ? ഈ 2 ദിവസം മുമ്പുണ്ടായ വിധി. കോടതി വിധി റിപ്പോർട്ടർ തന്നത് അങ്ങനെയായിരുന്നു. ഈ റിപ്പോർട്ടറോട് ചോദിക്കണം, അങ്ങനെ ഒരു വിധി ഏതെങ്കിലും മാധ്യമം പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഇതൊരു വലിയ കലാപാഹ്വാനമാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. ആകപ്പാടെ സമാധാനമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ വീണ്ടും കുത്തിയിളക്കി നശിപ്പിക്കുമെന്നുള്ള കുഞ്ഞെ, ഇത് മാധ്യമ വ്യഭിചാരമായി ചെയ്തേക്കുന്നത്. നിങ്ങൾ അന്തസ്സുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത്രയും വിളിച്ചു പറയണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു മനസ്സിലായി. നമ്മൾ റിപ്പോർട്ടിനോട് എന്തായാലും ചോദിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. അവിടെ അവര് പറഞ്ഞേക്കുന്ന അനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഇപ്പൊ എതിർ വിഭാഗത്തിന് അവിടെ കയറി സംസ്കാരം നടത്താവുന്ന അല്ല. അവിടുത്തെ ഒരു പള്ളിയിലുണ്ട്, ആ പള്ളിയുടെ നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് അവിടെ ചെന്നാൽ അവർക്ക് സംസ്കാരം നിഷേധിക്കാൻ പാടില്ല. അങ്ങനെയല്ല വാർത്ത കൊടുത്തത്. അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. നിങ്ങൾ വളരെ തെറ്റിദ്ധാരണയോടുകൂടിയാണ് കൊടുത്തേക്കുന്നത്. അത് വളരെ മോശമായി പോയി. നിങ്ങൾ ഈ മഞ്ഞപ്പത്രത്തിന്റെ നിലവാരത്തിലേക്ക് താഴരുത്. ഞങ്ങളൊക്കെ കാശ് കൊടുത്ത് കാണുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമം അത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇവിടുന്ന് ഒരു സ്ക്രീൻഷോട്ട് കിട്ടിയതാണ്. നമ്മൾ എന്തായാലും അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1934 ഭരണഘടന ബാധകമല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ ബാധകമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല. നിങ്ങൾ വന്നേക്കുന്ന സ്ക്രോൾ എടുത്ത് വെച്ച് നോക്കിക്കോ. ഇന്ന് ബാധകമല്ല എന്നൊരു വാചകമൊന്നും നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ ആൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്ക്രീൻഷോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇല്ലല്ല, അത് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തെറ്റായ സ്ക്രീൻഷോട്ട് വന്ന് ആരെങ്കിലും എഡിറ്റ് ചെയ്ത വല്ലതും വന്നായിരിക്കും. അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിലും പറയാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് നന്ദി. പക്ഷേ വാർത്ത അങ്ങനെയാണ് വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടുന്ന് തെറ്റായ സ്ക്രീൻഷോട്ട് ലഭിച്ചതായിരിക്കും. നമ്മൾ എന്തായാലും ബാധകമല്ല എന്നൊരു ഇത് കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ശരി, താങ്ക്സ്.